ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. നമ്മൾ ഇന്ന് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുന്നതും മൊബൈൽ ഫോണിലാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, ഈവൻ നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ മെന്റൽ പീസ്, ഇതിനെയൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന 5 ടിപ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, സെറ്റ് സ്പെസിഫിക് ടൈം ഫോർ മൊബൈൽ യൂസ്. അപ്പൊ നിങ്ങൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഫോണിന്റെ ഓവർ ആയിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷൻ ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിനെ അല്ല, ഫോണ് നിങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അതൊരിക്കലും നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യമല്ല. സോ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് നമുക്കിതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ എപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മെയിൻലി എപ്പോഴായിരിക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെയിൽസ് ചെക്ക് ചെയ്യാനോ, കോൾസ് വരുമ്പോഴോ, മെസ്സേജസ് നോക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ കോൾസും മെസ്സേജസിനും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്തിട്ടും വീഡിയോസ് കണ്ടിട്ടും ഈ രീതിയിലൊക്കെയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെസിഫിക് ടൈം മാറ്റി വെക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു 1 hour 2 hour വേണമെങ്കിൽ നമുക്ക് ഇതിന് മാറ്റി വെക്കാം. ബാക്കി കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് മേ ബി എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് കോൾസ് ആവാം, അത് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു പർപ്പസിന് നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു 3 മിനിറ്റ് ഇപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോൺ എടുത്ത് ഒന്ന് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് പഠിക്കുക, പിന്നെ ഉടനെ ഫോൺ എടുക്കുക. ആ രീതിയിൽ നിങ്ങളിങ്ങനെ ഫ്രീക്വന്റ്ലി ഫോൺ എടുക്കാതെ ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾ അതിനു വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, ടേൺ ഓഫ് അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻ. ഇപ്പൊ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ആപ്സും അതേപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീല് നിങ്ങൾ പോസ്റ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ലൈക്സും കമന്റും അതേപോലെ ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ ആണോ? അല്ല. കാരണം ഇതിന് ലൈക്ക് അടിക്കുന്നൊന്നും നമുക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്ത് വെക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള മെസ്സേജസ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ വരുന്ന മെസ്സേജസും കോൾസും ഒക്കെ ഉണ്ടാവും. ഇത് മാത്രം വരുന്ന ടൈമിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്കൊരു മെസ്സേജ് വരികയാണ്, ഓക്കെ എനിക്കറിയാം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇത് നിങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൺ ആക്കി ഇടുമ്പോൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ത്രൂ ഔട്ട് ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്തോണ്ടേയിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്തോണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അൺവാണ്ടഡ് ആണെന്ന് തോന്നുന്ന ആപ്പുകളിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ആ ഫോൺ എടുത്ത് നോക്കാനുള്ളത്. അതൊരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നിങ്ങളിങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെൽഫ് കൺട്രോള് വീണ്ടും റീഗെയിൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം, കീപ് യുവർ ഫോൺ എവേ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ബിസി ആയിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഫോണിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്തുനിന്ന് എത്ര ദൂരത്തിൽ ഫോൺ വെക്കാൻ പറ്റുമോ അത്രയും ദൂരത്തിൽ നിങ്ങൾ മാറ്റി വെക്കാം. എസ്പെഷ്യലി സ്റ്റുഡൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾക്ക് ആക്ച്വലി ഫോണിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഫോണിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതി മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഫോൺ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്ത് നിന്ന് മാക്സിമം ഡിസ്റ്റൻസിൽ വെക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരുപാട് കുട്ടികൾക്ക് തന്നെ ഈ ഫോണിന്റെ ഡിസ്ട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മര്യാദയ്ക്ക് പഠിക്കാനോ ഫോക്കസ് ചെയ്യാനോ പറ്റാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഫോണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഫോൺ നമ്മൾ കാണാണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിന്ന് ഫോൺ നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫോണിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. നിങ്ങൾക്ക് പഠിത്തത്തിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയും. നാലാമത്തെ ഒരു കാര്യം, ക്രിയേറ്റ് നോ ഫോൺ സോണ്. എന്താ ഈ നോ ഫോൺ സോണ്? അതായത് നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്, നിങ്ങളുടെ വർക്ക് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഫോൺ ആവശ്യമില്ല. അപ്പോൾ ആ സ്ഥലങ്ങൾ നിങ്ങൾ നോ ഫോൺ സോണായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുക. അതായത് ഇപ്പോൾ ഡൈനിങ് ടേബിൾ, നിങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾക്ക് ഫോണിൻ്റെ ആവശ്യം? അതില്ലല്ലോ. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇനി ഞാൻ ഫോൺ കൊണ്ടുവരില്ല എന്നൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടോ, ഇപ്പം നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മിങ്കിൾ ആവാം. ഒരു സോഷ്യൽ കണക്ഷൻ നിങ്ങൾക്ക് അവിടെ ഫോം ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും. അതിന് പകരം നിങ്ങൾ ഫോൺ കൊണ്ടുവന്ന് അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ആക്ച്വലി ഫോണിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ മൈൻഡും ശ്രദ്ധയൊക്കെ ഉണ്ടാവുന്നത്. സോ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഫോണിനെ നമ്മളടുത്തുനിന്ന് മാറ്റി വെക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നാണ് നിങ്ങൾ ഫോൺ യൂസ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ അതത്ര നല്ലൊരു സ്വഭാവമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 30 മിനിറ്റ്സ് മുന്നെങ്കിലും നിങ്ങൾ ഫോൺ യൂസ് നിർത്തി നിങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ട് സെറ്റായിട്ട് കിടക്കുന്നുണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പിനെ അത് മോശമായിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് നമ്മൾ ഈ ഫോണിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. മേ ബി നമ്മുടെ സ്ട്രെസ്ഡ് ആക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കമ്പാരിസൺസ് ഉണ്ടാക്കുന്ന, നമ്മളിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മൾ മൊബൈൽ ഫോണിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ അത് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത്, ഇപ്പോൾ ചില ആളുകളുടെ ലൈഫൊക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലുള്ള ലൈഫില്ലല്ലോ, അല്ലെങ്കിൽ ചില ആളുകളുടെ റിലേഷൻഷിപ്പിലുള്ള ഹാപ്പിനെസ് ഒക്കെ അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ അയ്യോ എനിക്ക് അത്തരത്തിലുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ റിഗ്രറ്റ് അടിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ മേ ബി ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഒരു 30 മിനിറ്റ് മുന്നെങ്കിലും നിങ്ങൾ ഫോൺ മാറ്റി വെച്ച് നിങ്ങൾ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. 5ാമത്തെ കാര്യം, റീപ്ലേസ് ഫോൺ ഹാബിറ്റ് വിത്ത് യൂസ്ഫുൾ ഹാബിറ്റ്സ്. അതായത് ഇപ്പം നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു 5 hours ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. 5 hours എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ അയ്യോ 5 hours അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇടയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങൾ എത്ര ടൈമാണ് ഫോൺ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ലൈഫിൽ 24 hours ഇപ്പോൾ ഒരു 7 hours പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര hours ഉണ്ടാവുക? അതിൽ മെജോറിറ്റി ടൈമും നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ 5 hours ഈ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്കൊരു പ്രോപ്പർ ടൈം സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു 2 hours അല്ലെങ്കിൽ 1 hour നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ബാക്കിയുള്ള 3 hours നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോപ്പമിൻ പെട്ടെന്ന് നിന്ന് പോവാണ്. അപ്പോൾ ആ ടൈമിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡ്രൈവിന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ അവരുടെ അടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാം, അവരുടെ സ്റ്റോറീസ് കേൾക്കാം, അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കുക. അതായത് നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹാബിറ്റ്സിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു 5 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ 2 മണിക്കൂർ മാത്രം യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ 3 മണിക്കൂർ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ഭയങ്കരമായ ഒരു സങ്കടം വന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവും. നിങ്ങൾ ഡൗൺ ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന ഡോപ്പമിൻ കിട്ടാണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഫോൺ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും.
സോ അതല്ല ചെയ്യേണ്ടത്, നിങ്ങൾ റീപ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും ഫോക്കസും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ഇനി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൺട്രോള് എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതൊരിക്കലും മൊബൈൽ ഫോണിന്റെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളാണ് മൊബൈൽ ഫോണിനെ കൺട്രോൾ ചെയ്യേണ്ടത്, ഒരിക്കലും മൊബൈൽ ഫോൺ ആവരുത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.